മേഘവിസ്ഫോടനത്തിൽ തകർന്നുപോയ ധരാലിയിലെ നേർക്കാഴ്ചകളുമായി 24 വാർത്താ സംഘം. റോഡ് ഗതാഗതം പുനഃസ്ഥാപിക്കാൻ ഇനിയും ഒരാഴ്ചയോളം സമയമെടുക്കുമെന്നതിനാൽ 30 കിലോമീറ്ററുകളോളം നീണ്ട സാഹസിക യാത്രയ്ക്ക് ശേഷമാണ് 24 സംഘം ദുരന്തഭൂമിയിലെത്തിയത്. ധരാലിയിൽ നിന്ന് ബൽറാം നെടുങ്ങാടി തയ്യാറാക്കിയ റിപ്പോർട്ടിലേക്ക്. മേഘവിസ്ഫോടനത്തെ തുടർന്നുണ്ടായ പ്രളയം കാർന്ന ധരാലിയിൽ രക്ഷാപ്രവർത്തനം ഊർജിതമായി തന്നെ പുരോഗമിക്കുകയാണ്. നമുക്ക് ദൃശ്യങ്ങളിൽ കാണാം, ഇവിടെ ഒരു ഗ്രാമം ഉണ്ടായിരുന്നു എന്ന് പോലും വിശ്വസിക്കാൻ കഴിയാത്ത തരത്തിൽ മണ്ണും ചളിയും ഉരുളൻ കല്ലുകളും വന്ന് അടിഞ്ഞിരിക്കുകയാണ്. ഇവിടെ നിരവധി വീടുകളുണ്ടായിരുന്നു, മനുഷ്യർ ജീവിച്ചിരുന്നു. അവരുടെ യാതൊരു അവശേഷിപ്പുകളും ബാക്കി നിൽക്കുന്നില്ല. എന്തായാലും ഇവിടെ നഷ്ടപ്പെട്ട കാണാതായ ആളുകൾക്ക് വേണ്ടിയുള്ള തെരച്ചിൽ ഊർജിതമായി തന്നെ പുരോഗമിക്കുന്നു. പ്രധാനമായും ദേശീയ ദുരന്ത നിവാരണ സേനയും സൈന്യത്തിനും ഒപ്പം തന്നെ BROയും ഈ തെരച്ചിലിൽ പങ്കാളിയാകുന്നുണ്ട്. നമുക്ക് BRO ഉദ്യോഗസ്ഥർ നമുക്കൊപ്പം ചേരുകയാണ്. സാർ, എങ്ങനെ ഈ തെരച്ചിൽ നടക്കുന്നത്? നമ്മൾ തെരച്ചിലിൻ്റെ ഭാഗമായിട്ടല്ല, നമ്മൾ റോഡിൻ്റെ വർക്കാണ്. റോഡ് കണക്ടിവിറ്റി ചെയ്യുക എന്നുള്ളതാണ് നമ്മുടെ ഉദ്ദേശം. എത്രയും പെട്ടെന്ന് തന്നെ ഇവിടുത്തെ ആൾക്കാരുടെ ആഹാരം, മറ്റ് സൗകര്യങ്ങൾക്ക് വേണ്ടി കണക്ടിവിറ്റി എപ്പോൾ വരെ ആവുന്നില്ല, അവർക്ക് ഇതിൻ്റെ ബുദ്ധിമുട്ടാണ്. അതുകൊണ്ട് നമ്മൾ ഫസ്റ്റ് പ്രയോറിറ്റി കണക്ടിവിറ്റി ചെയ്യുക എന്നുള്ളതാണ്. നമ്മൾ ബോർഡർ റോഡ്സിൻ്റെ റോഡിൻ്റെ വർക്കാണ്, അതാണ് നമ്മളിപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇവിടെ ഉണ്ടായിരുന്ന ഏറ്റവും അടുത്ത ഈ ദുരന്ത സമയത്ത് ഉണ്ടായിരുന്ന ആളുകൾ BRO ആയിരുന്നല്ലോ അല്ലേ? അതെ, BRO. നമ്മുടെ ഇവിടുന്ന് 5 കിലോമീറ്റർ ദൂരമാണ് നമ്മുടെ ക്യാമ്പ്. അപ്പോൾ ഞങ്ങളാണ് പക്ഷേ തന്നെ ഇവിടെ വന്ന് എത്തി ഇതിൻ്റെ രക്ഷാപ്രവർത്തനം. അപ്പോൾ ഉണ്ടായിരുന്ന ഒരു കാഴ്ച, അപ്പോൾ ശരിക്കും നമുക്ക് ഇവിടെ നേരത്തെയുള്ള ആ ലൊക്കേഷൻ ഒന്നും മനസ്സിലാകാൻ പറ്റില്ല. എന്ന് വെച്ച് കഴിഞ്ഞാൽ കംപ്ലീറ്റ് മലയിടിഞ്ഞ് വന്ന് നമ്മുടെ വയനാട് മാതിരി സംഭവിച്ചിരിക്കുകയാണ്. ഏകദേശം 400-500 മീറ്ററോളം റോഡ് നഷ്ടപ്പെട്ടു. ഇവിടെ വീടുകളും മറ്റു കടകളെ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു, അതെല്ലാം നഷ്ടപ്പെട്ടു. അപ്പം ശരിക്കും മനസ്സിലാകാൻ പറ്റാത്തൊരു സിറ്റുവേഷൻ ആയിരുന്നു ഇവിടെ. ഈ ദുരന്തം ഉണ്ടാകുന്ന സമയത്ത് ഈ പ്രദേശത്തുണ്ടായിരുന്നോ? ഉണ്ടായിരുന്നത് ഞങ്ങൾ അപ്പുറത്തായിരുന്നു. അന്നേരമാണ് ഇത് ഉണ്ടായത്. ഇവിടുന്ന് ഒലിച്ചിലെല്ലാം വന്നാൽ എല്ലാവരും അങ്ങോട്ട് ഓടുന്നുണ്ടായിരുന്നു. അതിന് കുറച്ച് മുമ്പ് ഇവിടുന്ന് ഒരു 200 മീറ്റർ അപ്പുറം അന്നേരമാണ് ആൾക്കാർ അങ്ങോട്ടും ഇങ്ങോട്ടും. അന്നേരം ആ ഒരു വെപ്രാളത്തിൽ എല്ലാവരും അങ്ങോട്ട് പോയി. ഞങ്ങൾക്ക് ഇവിടെ നിൽക്കാൻ പറ്റിയില്ല, നമ്മൾ മേലോട്ട് പോയായിരുന്നു. കാരണം ഇവിടെ നിൽക്കാൻ പറ്റില്ല, കാരണം ഏത് വഴിയാണ് വരുന്നതെന്ന് പോലും നമുക്ക് കാണാൻ പറ്റിയില്ലായിരുന്നു. ഉണ്ടായിരുന്നതിൽ ഇപ്പോൾ എത്ര ശതമാനം ഇപ്പോൾ ഈ സമയത്ത് മുമ്പ് ഉണ്ടായിരുന്നതിലെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 80% കൂടുതൽ പോയി. ഇപ്പോൾ ആ സമയത്തോളം ഇത് നമുക്ക് അറിയാൻ പോലും കഴിയില്ല ഇവിടെ ധാരാളി ആയിരുന്നു. നേരത്തെ ഇതന്നെയായ ഇവിടുത്തെ ഈ ചെറിയ ഗാവാണ്, ആ ഗാവ് തന്നെയാണോ എന്ന് നമുക്കിപ്പോൾ അറിയാൻ പറ്റുന്നില്ല. ഈ പ്രദേശം തിരിച്ചറിയാൻ പോലും കഴിയാത്ത തരത്തിലേക്ക് മാറിപ്പോയിരിക്കുന്നു. ഇവിടെ നഷ്ടപ്പെട്ട ഒരുപാട് പേരുണ്ട്, കാണാതായി പോയവരുണ്ട്. അവർക്ക് വേണ്ടിയുള്ള തെരച്ചിൽ ഇപ്പോഴും ഊർജിതമായി പുരോഗമിക്കുന്നു. ഏറ്റവും പ്രധാനം ഇവിടേക്ക് അവശ്യ സാധനങ്ങൾ, സഹായവും എത്തിക്കുന്നതിന് റോഡിൻ്റെ നിർമ്മാണം അത് നിർണായകമാണ്. ആ ഒരു പ്രവർത്തനത്തിലാണ്, ആ ഒരു വലിയ ദൗത്യത്തിലാണ് BROയും ഉള്ളത്. ജോഗേഷ് സിംഗിനൊപ്പം ബൽറാം നെടുങ്ങാടി, 24 ധരാലി.